Take page number 46. Page number 46. Pronouns. Pronouns. Understand grammar. Kando. Okay. We are going to learn something from grammar. I will read. H. Noka. H. Noka. Understand grammar. Read the paragraph given below. Does it sound old? Why? How can you improve it? Replace the underlined words with more suitable ones from the box. You will not need all the words but may use some words more than one. Okay, നോക്ക താഴെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് കണ്ടോ അത് വായിച്ചു നോക്കിയിട്ട് ഒരേ സൗണ്ട് തന്നെ ആവർത്തിച്ച് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ ആ ബോക്സിൽ തന്നിരിക്കുന്ന വേർഡ്സ് ഉപയോഗിച്ച് ആ ബ്ലാങ്ക്സ് ഫിൽ ചെയ്യാം വേർഡ്സിൽ തന്നതെല്ലാം എന്താണെന്ന് അറിയോ പ്രൊനൗൺസ് ആണ് ഓക്കെ സ്യൂട്ടബിൾ ആയ പ്രൊനൗൺസ് ഏതാണെന്ന് കണ്ടുപിടിച്ച് ആ ബ്ലാങ്ക്സ് ഫിൽ ചെയ്യാം റെഡി ഒന്ന് വായിച്ചു നോക്കിയത് ആ പാരഗ്രാഫ് ജോയലെ വായിക്കാനും മിസ് പറഞ്ഞത് എന്നെ നോക്കാനല്ല ജോയൽ റെജിനോൾ read that paragraph okay in the box we can read you he him she her they them themselves him it his Johan lived in a planet far away from earth one day Johan's parents told Johan that Johan's parents were hosting a family from the earth. Johan didn't know what to tell Johan's parents. The place Johan was used to doing things alone by Johan. Johan didn't want to share the place with people from the earth. Do you feel something wrong here? എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുന്നുണ്ടോ എന്താ ജൊഹാൻ നെയിം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ജൊഹാൻ എന്ന പേര് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അതെ ജൊഹാനെ കുറിച്ച് ഓക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിപ്പോ ശ്രീ വിഷ്ണു ഈസ് എ ബോയ് ഹി സ്റ്റഡിങ് ഇൻ 6th class ശ്രീ വിഷ്ണു ഈസ് എ ബോയ് ശ്രീ വിഷ്ണു ഈസ് സ്റ്റഡിങ് ഇൻ 6th class ശ്രീ വിഷ്ണു ഈസ് എ സ്മാർട്ട് ബോയ് ശ്രീ വിഷ്ണു ഈസ് അറ്റൻഡ് ദ ക്ലാസ് റെഗുലർലി ഇതല്ലേ ഈ ശ്രീ വിഷ്ണു പറഞ്ഞുകൊണ്ടിരിക്കണോ ശ്രീ വിഷ്ണു ഈസ് എ ബോയ് ഹി ഈസ് സ്റ്റഡിങ് ഇൻ 6th class he is a smart boy he is attending the class regularly he നമ്മൾ അവിടെ ചേർത്തില്ലേ instead of ശ്രീ വിഷ്ണു we added he അവൻ എന്നുള്ളത് അല്ലാതെ ഈ ശ്രീ വിഷ്ണു പേര് പറഞ്ഞുകൊണ്ടിരിക്കണോ അല്ലേ we use pronouns instead of nouns nounsന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് എന്ത് words that we use instead of nouns are called pronouns nounsന് പകരം യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് എന്ത് പ്രൊനൗൺസ് കിട്ടിയോ ശ്രീ വിഷ്ണു എന്നുള്ളത് നൗൺ ആണ് അല്ലേ ശ്രീ വിഷ്ണു ഈസ് എ ബോയ് ഹി ഈസ് എ സ്മാർട്ട് ബോയ് ഹി ഈസ് സ്റ്റഡിങ് ഇൻ 6th class അല്ലെ ഈ ശ്രീ വിഷ്ണു പറഞ്ഞുകൊണ്ടിരിക്കുന്ന നൗൺ അല്ലേ ഇവിടെ ഹി വരുമ്പോ അത് ഹി എന്താണ് പ്രൊനൗൺ ആണ് ശ്രീ വിഷ്ണു എന്ന നൗണിന് പകരം ഉപയോഗിക്കുന്ന വേർഡ് ആണ് ഹി അതുകൊണ്ട് അത് എന്താണ് പ്രൊനൗൺ ആണ് ഗോട്ട് ഇറ്റ് മനസ്സിലായ എന്റെ മക്കൾക്ക് യെസ് ഓക്കെ ഇനി നമുക്കതൊന്ന് ചെയ്തു നോക്കിയാലോ ആ പാരഗ്രാഫ് നോക്കാം ഫസ്റ്റ് വൺ ജൊഹാൻ ലിവ്ഡ് ഇൻ എ പ്ലാനറ്റ് ഫാർ അവേ ഫ്രം ദ എർത്ത് വൺ ഡേ ജൊഹാൻസ് പാരന്റ്സ് ടോൾഡ് ഹിം ജൊഹാന് പകരം അവിടെ എന്താ വേണ്ടത് ടോൾഡ് ഹിം അവനോട് ഓക്കെ റൈറ്റ് ഹിം
ആ ബ്ലാങ്ക്സിൽ നിങ്ങൾ ഹിം എന്ന് എഴുതുക. ജൊഹാൻ ലിവ്ഡ് ഇൻ എ പ്ലാനറ്റ് ഫാർ അവേ ഫ്രം ദ എർത്ത്. വൺ ഡേ ജൊഹാൻസ് പാരന്റ്സ് ടോൾഡ് ഹിം ദാറ്റ് they were hosting. ജൊഹാൻസ് പാരന്റ്സ് എന്നുള്ളിടത്ത് നമുക്ക് എന്ത് എഴുതാം? ഒരു പ്രാവശ്യം നമ്മൾ പാരന്റ്സ് യൂസ് ചെയ്തു. ജൊഹാൻസ് പാരന്റ്സിന്റെ അടുത്ത് നമുക്ക് എഴുതാം they. ജൊഹാൻ lived in a planet far away from the earth. അല്ലേ? ഒരു സെന്റൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പേരൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? ആദ്യം തന്നെ പ്രൊനൗൺ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ജൊഹാൻ lived in a planet far away from the earth. One day Johan's parents told him that they were hosting a family from the earth. Next എന്താണ് അവിടെ? Johan. Instead of Johan we can add he. Johan പകരം നമുക്ക് എന്ത് എഴുതാം? he എന്ന് എഴുതാം അല്ലേ? Right. He didn't know what to tell. ജൊഹാൻസ് പാരന്റ്സിന് പകരം they അല്ല മോനെ, them. അവരോട് them. Okay, them. The place was Johan's അല്ല, the place was his. Right, his. The place was his. Full stop. Again, instead of Johan we can use he. He was used to doing things alone by Johan himself. എഴുതുന്നുണ്ടോ? ജസ്റ്റ് സേ എഴുതുന്നുണ്ടോ? നിജതൊക്കെ ഹരിന്ന് turn on your video. Got it? Johan, okay. He was used to doing things alone by Johan himself. Johan കഴിഞ്ഞിട്ട് അവിടെ himself എഴുതാ. Okay, then he didn't want, instead of Johan write he. അശ്വിൻ എഴുതുന്നുണ്ട്? അശ്വിനെ, he didn't want to share it with the people. Right, it with people. കണ്ടില്ലേ ശ്രീ വിഷ്ണു? Didn't want to share it with people from the earth. Got it? കിട്ടിയില്ലേ? അവിടെ he didn't want to share it with people മതി. ബാക്കി നിങ്ങൾ തടഞ്ഞോ? അത് വേണ്ട. അവിടെ ആ സെന്റൻസിന്റെ ബാക്കി അവിടെ ആവശ്യമേ ഇല്ല. He didn't want to share it with people. It മാത്രം മതി. He didn't want to share the place ഇല്ലേ? അതിന് പകരമാണ് നമ്മൾ അവിടെ it യൂസ് ചെയ്തത്. He didn't want to share the place ന് പകരം it ആണ് അവിടെ യൂസ് ചെയ്തത്. Okay, ഹരിനന്ദൻ എന്താ ഡൗട്ട്? അവസാനത്തെ was used to doing things alone by Johan himself. അത് കഴിഞ്ഞ് Johan dash ലാടെന്നാ വേണ്ടേ? he. അവിടെ he ആണ് എഴുതേണ്ടത്. ജൊഹാന് പകരം നമ്മൾ അവിടെ he അല്ല എഴുതുന്നത്. He didn't want to share the place ന് പകരം it with the people from the earth. മിസ്സേ, ഈ ഇറ്റ് എന്ന് പറയുന്ന അത് കഴിഞ്ഞിട്ട് ദി പ്ലേസ് എന്നാ അവർ അണ്ടർലൈൻ ചെയ്തേക്കുന്നത്. ദി പ്ലേസ്. He didn't want to share പകരം the place എല്ലാം place നമുക്ക് വെട്ടാം. അത് വേണ്ട. അതിന് പകരമാണ് the place ന് പകരമാണ് it നമ്മൾ എഴുതിയത്. Okay. Got it? Yes.
ബോക്സിൽ ഒരു ചെറിയ കാര്യം ഉണ്ടെന്ന് വായിച്ചു നോക്കാലോ. The words you used are all pronouns. എന്താ പറഞ്ഞത്? The words you used are all pronouns. നിങ്ങൾ ഇവിടെ യൂസ് ചെയ്ത വേർഡ്സ് എല്ലാം എന്താണ്? പ്രൊനൗൺസ് ആണ് അല്ലേ? ആരോമൽ ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. പിന്നെയും വീഡിയോ ഓഫ് ആക്കി ഇരിക്കരുതേ. Pronouns are used to refer to nouns already mentioned to avoid awkward repetition. എന്ന് വെച്ചാൽ എന്താണ്? Pronouns are used to refer to nouns അല്ലെ? നൗൺസിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത്? പ്രൊനൗൺസ്. അതായത് മിസ് പറഞ്ഞിട്ടുണ്ട് ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? ഒരു സെന്റൻസിൽ ഇപ്പൊ ജോഹാൻ 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 പറഞ്ഞുകൊണ്ടിരിക്കണോ? വേണ്ടല്ലോ. അതിന് പകരം അല്ലെ, നൗൺസിന് പകരം നമ്മള് ഈ ഓക്വേർഡ് റിപ്പിറ്റേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി, അത് ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് പ്രൊനൗൺസ്. ഗോട്ട് ഇറ്റ്? We used pronouns to avoid awkward repetition in a paragraph or sentence. Got it? കിട്ടിയല്ലേ എന്റെ മക്കൾക്ക്? മനസ്സിലായോ? Okay. Then refer to exercise H. Discuss the following in pairs and share your opinion with the class. What kind of text or story do you think the paragraph has been taken from? നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന പാരഗ്രാഫ് എങ്ങനെയുള്ള ഏത് തരത്തിലുള്ള സ്റ്റോറിയിൽ നിന്നും എടുത്തതാണ്? അറിയാമോ? പ്ലാനറ്റിനും എർത്തിനൊക്കെ കുറിച്ച് പറയുന്നത് അല്ലേ? The passage has been taken from a science fiction story. Science fiction story. You can write there. It is taken from a science fiction story. Science fiction story. Science fiction story. Ashwine എഴുതുന്നുണ്ട് അശ്വിനെ? It is taken from a science fiction story. Fiction, F-I-C-T-I-O-N, fiction. S-C-I-E-N-C-E, science fiction story. Okay. It is taken from a, this passage has been taken from a science fiction story. Next, last one, use grammar, work in pairs, match the two parts of the dialogue. Okay? ഒരു ഡയലോഗിന്റെ രണ്ട് പാർട്ട് ആക്കിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. Match the following ആണ് നോക്ക. Work in pairs, match the two parts of the dialogue. ഒന്ന് വായിച്ചു നോക്കിയേ. First one, is this towel yours? Second one, can you please put it in its proper place? Third one, did you pack your bag for school? And fourth one, do you know where your father is? And last one, well, call him in for dinner. In the opposite section, we can read, yes, he is in the garden. Second one, I am doing it now. And C, I will in a minute. D, okay, I will hang it out to dry. E, yes, it is mine. You can match it. Match it, okay? Joyle, video on ചെയ്തിരുന്നു ഹലീമ ഒന്ന് ചെയ്ത് നോക്കിയേ. First one, is this towel yours? ഈ towel നിങ്ങളുടേതാണോ? The answer is yes, it is mine. ഇത് എന്റേതാണ്. Yes, it is mine. You can join first one to E. ഒന്ന് E ലേക്ക് വരയ്ക്കുക. Is this towel yours? Yes, it is mine. എന്റേതാണ്. Mine. എന്റേത്. Got it? Can you please put it in its proper place? Can you please put it in its proper place? Second one, to D. Okay, I will hang it out to dry. Can you please put it in its proper place? Okay, I will hang it out to dry.
Third one, did you pack your bag for school? Did you pack your bag for school? നീ സ്കൂളിലേക്കുള്ള നിന്റെ ബാഗ് പാക്ക് ചെയ്തോ? How can you answer? I'm doing it now. B. Third one to B. Join the third one to B. Did you pack your bag for school? I'm doing it now. Third one B ലേക്ക് വരച്ചോ ഹരിനന്ദേ? Yes, okay. Fourth one, do you know where your father is? നിനക്കറിയാമോ നിന്റെ അച്ഛൻ എവിടെയാണ്? Fourth one to A. Yes, he is in the garden. അറിയാം അല്ലേ? അദ്ദേഹം ഗാർഡനിലുണ്ട്. Do you know where your father is? Yes, he is in the garden. And last one, വെയിലടിക്കുന്നുണ്ടോ ശ്രീവിഷ്ണുവിന്? ഇന്ന് റേഞ്ച് ഉണ്ട് അല്ലേ? Last one, well, call him in for dinner. Fifth one to C. I will in a minute. I will in a minute. Okay. Finished? Have you finished? Yes. Then we are going to our next chapter, building a shelter. Building a shelter. Our new lesson, building a shelter, section 2. This extract is from Joel ഓർക്കം വരുന്നുണ്ടാ? This extract is from the novel The Swiss Family Robinson, written by Johann Wyss. Okay? Johann Wyss എന്ന നോവലിസ്റ്റിന്റെ പ്രശസ്തമായ ഒരു നോവല് The Swiss Family Robinson എന്ന നോവലിലെ പറഞ്ഞോ മോനെ ജസ്റ്റ് സേ. അവിടെ കെ ഉണ്ടല്ലോ, കെ നോക്കട്ടെ മിസ് നോക്കട്ടെ വായിച്ചോക്കട്ടെ. Divide the class into 2 teams. The teams take turns to ask and answer questions. Team A asks a question that Team B answers with a pronoun, as in the dialogue in exercise J. Each team scores a point for using a pronoun correctly. If Team B cannot answer the question, ഇത് നമുക്ക് ക്ലാസ് വർക്ക് ആണോ? ക്ലാസ്സിൽ നമുക്ക് സമയത്ത് ചെയ്യേണ്ട കാര്യമാണ്. 2 ടീമായിട്ട് തിരിക്കുക, ഈ പ്രൊനൗൺസിനെ കുറിച്ചുള്ള പാസേജിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കലൊക്കെ. അതിപ്പോ നടക്കില്ലല്ലോ. Okay, then leave it. അപ്പൊ ബിൽഡിംഗ് എ ഷെൽട്ടർ മിസ് വായിക്കുന്നു നോക്കാം. The Swiss Family Robinson എന്ന നോവലിലെ ഒരു ഭാഗമാണ് നമുക്ക് താഴെ തന്നിരിക്കുന്ന പാഠഭാഗം. Okay, The Swiss Family Robinson നിങ്ങൾക്ക് എക്സാമിന് വരാം. ബിൽഡിംഗ് എ ഷെൽട്ടർ ഏത് നോവലിൽ നിന്ന് എടുത്ത സ്റ്റോറിയാണ്. Building a shelter. This extract is from the novel The Swiss Family Robinson, written by Johann Wyss, a Swiss pastor. Who is he? He is a Swiss pastor. It is about the Robinson family that is marooned on an island after their ship gets destroyed in a storm. Noka, endana? It is about the Robinson family. ഇത് ആരെ കുറിച്ചുള്ള സ്റ്റോറിയാണ്? It is about means കുറിച്ച്. It is about the Robinson family. Robinson ഫാമിലിനെ കുറിച്ചുള്ളതാണ് ഇത് നമ്മുടെ താഴെ തന്നിരിക്കുന്ന നമ്മുടെ ലെസൺ. That is marooned on an island after their ships gets destroyed in a storm. Okay, marooned means what? MAROONED. Marooned means ഒറ്റപ്പെട്ടു പോയത്. ഓക്കെ, ചുറ്റിനും വെള്ളത്താൽ ഒറ്റപ്പെട്ട് പോയത് എന്നാണ് മാരൂൺ എന്ന വേർഡിന്റെ മീനിങ്. എഴുതി വെച്ചോ, നിങ്ങൾക്ക് എക്സാമിന് ഞാൻ വേർഡ് മീനിങ് എല്ലാം ചോദിക്കാം. സെമസ്റ്റർ എക്സാം ആയില്ലേ? ഓക്കെ, സീരിയസ് ആയിട്ട് എടുക്കുക നിങ്ങളുടെ എക്സാമും കാര്യങ്ങളൊക്കെ കേട്ടോ. അശ്വിന് പറഞ്ഞു കഴിഞ്ഞാലും മീനിങ് എഴുതരുതേ. ഹലീമ ഓക്കെ. It is about the Robinson family that is marooned on an island. അല്ലേ? അതായത് ഒരു ഐലൻഡില് ഒറ്റപ്പെട്ടു പോയ അല്ലെ ഒരു റോബിൻസൺ ഫാമിലിനെ കുറിച്ചിട്ടാണ് നമ്മുടെ സ്റ്റോറി. എങ്ങനെ ഒറ്റപ്പെട്ടു പോയതെന്ന് നോക്കുക. After their ships gets destroyed in a storm. ഒരു കൊടുങ്കാറ്റില് അവരുടെ ഷിപ്പ് destroyed means what?
തകർന്നു പോവുക അല്ലെ, നശിപ്പിക്കപ്പെടുക. ഓക്കെ, അവരുടെ ഷിപ്പ് അവരുടെ ഒരു കൊടുങ്കാറ്റില് നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ നശിച്ചു പോയി. അതേ തുടർന്ന് അവരെന്താണ് ഒരു അയർലൻഡിൽ ഒറ്റപ്പെട്ടു പോയി അല്ലെ. അങ്ങനെയുള്ള ഒരു ഫാമിലിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഈ സ്റ്റോറി. റീഡ് ദിസ് എക്സ്ട്രാക്ട് അബൌട്ട് ഹൗ ദേ വർക്ക് ടുഗദർ ടു ബിൽഡ് എ ഷെൽട്ടർ. നമ്മുടെ ഈ എക്സ്ട്രാക്ട് എന്തിനെ കുറിച്ചിട്ടാണ്? എങ്ങനെയാണ് അല്ലെ, വീടും പോയി ഷിപ്പും പോയി എല്ലാം പോയി ഐലൻഡിൽ ഒറ്റപ്പെട്ട അവര് എങ്ങനെയാണ് ഒരു ഷെൽട്ടർ, ടുഗദർ മീൻസ് ഒരുമിച്ച്, അവരെല്ലാരും കൂടി എങ്ങനെയാണ് ഒരു ഷെൽട്ടർ ഉണ്ടാക്കിയെടുത്തത്. ഹൗ ടു ബിൽഡ് എ ഷെൽട്ടർ. ദ ഫാദർ ഇസ് ദ നറേറ്റർ. ആരാണ് ഇവിടെ കഥ പറഞ്ഞിരുന്നത് നമുക്ക്? ദ ഫാദർ ഇസ് ദ നറേറ്റർ. നറേറ്റർ മീൻസ് നമ്മുടെ സ്റ്റോറി നറേറ്റ് ചെയ്ത് തരുന്ന ആള്, പറഞ്ഞു തരുന്ന ആളാണ് അല്ലെ. ഓക്കെ, ദ ഫാദർ ഇസ് ദ നറേറ്റർ. ആ കുടുംബത്തിലെ ഫാദർ ആണ്, അച്ഛനാണ് ആര്? നറേറ്റർ. ഗോട്ട് ഇറ്റ്? നോക്കൂ മക്കളെ, മിസ് വായിച്ചു തരട്ടെ? യെസ്. Okay. That night we slept on the grass under the trees. In the morning, our first task was to make a ladder. We had to have a ladder in order to climb into the house that we were going to build in a giant tree. അശ്വിനെ ഇവിടെ ശ്രദ്ധിക്കുക. അശ്വിൻ എത്ര പ്രാവശ്യം പറയണ ബുക്ക് നോക്കാൻ? Once more, that night, ആ രാത്രി, we slept means ഉറങ്ങിയത് അല്ലെ, ഉറങ്ങുക, ഉറങ്ങി, slept. The past tense of sleep ആണ് അല്ലെ. Sleep means ഉറങ്ങുക, slept ഉറങ്ങി. Got it? That night, ആ രാത്രി, we slept, ഞങ്ങൾ ഉറങ്ങിയത് on the grass under the trees അല്ലെ. മരത്തിന് താഴെയില്ല, ട്രീസിന് താഴെയില്ല, പുല്ലിലാണ് അല്ലെ, ഗ്രാസിലാണ് നമ്മൾ ഉറങ്ങിയത്. അണ്ടർ ദ ട്രീസ് എന്ന് പറഞ്ഞാല് മരത്തിന്റെ അടിയിലാണ് അല്ലെ, ട്രീസിന്റെ അടിയിലാണ്, അണ്ടർ അടിയിൽ. ഇൻ ദ മോർണിംഗ് രാവിലെ, അവർ ഫസ്റ്റ് ടാസ്ക് വാസ് ടു മേക്ക് എ ലാഡർ. നമ്മുടെ ആദ്യത്തെ ടാസ്ക്, ഇവരൊരു ഷെൽട്ടർ ഉണ്ടാക്കാൻ പോവാണ് അല്ലെ. അവർ ഉറങ്ങിയത് പുല്ലിലാണ് പോലും, അപ്പൊ അവർക്ക് ഉറങ്ങാൻ സമാധാനത്തോടെ കംഫർട്ട് ആയിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് അവർ ഷെൽട്ടർ ഉണ്ടാക്കാൻ പോവാണ്. അതിനുവേണ്ടി അവർ പറയാണ് അവർ ഫസ്റ്റ് ടാസ്ക് വാസ് ടു മേക്ക് എ ലാഡർ. ലാഡർ എന്താണ്? ഏണിയാണ് അല്ലെ. നമ്മുടെ ഫസ്റ്റ് ടാസ്ക് ഒരു ലാഡർ ഉണ്ടാക്കുക എന്നതായിരുന്നു. We had to have a ladder in order to climb into the house that we were going to build on the giant tree. അല്ലെ, നമ്മൾക്കൊരു ലാഡർ അത്യാവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാ? We had to have a ladder in order to climb our house അല്ലെ. അപ്പൊ വലിയ giant tree എന്ന് വെച്ചാല് വലിയത്, ബിഗ് ട്രീ അല്ലെ. ആ വലിയ ട്രീന്റെ മുകളിലാണ് അവര് വീടുണ്ടാക്കുന്നത്. ഏറുമാടം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഏറുമാടം കണ്ടിട്ടുണ്ടോ? മരത്തിന്റെ മുകളിൽ വീട്, അങ്ങനെയാണ് ഇവിടെ വീടാക്കുന്നത്. അപ്പൊ ആ വീട്ടിലേക്ക് കയറാൻ വേണ്ടി നമ്മളൊരു ലാഡറിന്റെ മുകളിലേക്ക് കൂടി കയറിയാണ് പോകുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ജയന്റ് ട്രീന്റെ മുകളിലുള്ള വീട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾക്ക് എന്ത്? ലാഡർ. That night we slept on the grass under the trees. In the morning, our first task was to make a ladder. We had to have a ladder in order to climb into the house that we were going to build on the giant tree means big tree. We had plenty of rope, but we needed pieces of bamboo to make the steps of the ladder and also to make some bows and arrows. Joel, look at your textbook. എത്ര പ്രാവശ്യം പറയണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കാൻ? ആകെ ഒരു 40 മിനിറ്റ് അല്ലേ ഇവിടെ ശ്രദ്ധിക്കേണ്ടുള്ളൂ അല്ലേ? Okay. We had plenty of means, plenty means ധാരാളം, a lot of. Plenty എന്ന് പറഞ്ഞാൽ എന്താണ്? ധാരാളം. We had plenty of rope അല്ലേ. Rope means കയറാണ്. നമുക്ക് ഒരുപാട് കയർ ഉണ്ടായിരുന്നു. But we needed means ആവശ്യമുള്ളത്, ആവശ്യമാണ്. പക്ഷെ നമുക്ക് ആവശ്യം എന്താണ്? But we needed pieces of bamboo അല്ലെ. ബാംബു എന്താ? മുളയാണ് അല്ലെ. നമുക്ക് ഒരുപാട് ബാംബു ആവശ്യമുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ കയ്യിൽ റോപ്പ് ഉണ്ട്, പക്ഷെ നമുക്ക് എന്ത് കൂടി വേണം? ബാംബു വേണം അല്ലെ. പീസസ് ഓഫ് ബാംബൂസ് വേണം. എന്തിനു വേണ്ടിയിട്ടാ? ടു മേക്ക് സ്റ്റെപ്സ് ഓഫ് ദി ലാഡർ അല്ലെ. ലാഡറിൽ ഇങ്ങനെ ചവിട്ടി കയറാൻ വേണ്ടിയിട്ട് നമ്മൾ മുള വെച്ച് കെട്ടും. വലിയൊരു കയറ് താത്തിയിട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലാഡർ കണ്ടിട്ടുണ്ടോ? ഏറുമാടത്തിലേക്ക് കയറാനുള്ളത് നടുക്ക് ഒരു മുളയായിരിക്കും, അത് ചവിട്ടിട്ട് കയറുക. അപ്പൊ അവര് പറയുന്നത്
we had plenty of rope, but we needed also pieces of bamboos to make the steps of a ladder, and also to make some bows and arrows. എന്തിനു വേണ്ടിട്ടാ? bows and arrows കൂടി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് pieces of bamboos ആവശ്യമുണ്ട്. bows എന്ന് പറഞ്ഞാൽ എന്താ? arrows and arrows. bows means വളവില്ലത് എന്നുള്ള മീനിങ്. arrows എന്താ? arrow means what? എന്താ justice arrows? അമ്പല്ലേ? അമ്പാണ് അല്ലേ? അപ്പൊ ഇവിടെ താമസിക്കുന്നത് ഇപ്പൊ കാട്ടിലാണ്, ഒരു ഐലൻഡില്, ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ്. അതുകൊണ്ട് തന്നെ they need pieces of bamboo to make bows and arrows, and also they needed to make steps of the ladder. അല്ലേ? ലാഡറിന്റെ സ്റ്റെപ്സ് ആക്കാനും അവർക്ക് എന്ത് വേണമായിരുന്നു? pieces of bamboos വേണമായിരുന്നു. Okay. We found some bamboos growing by the river at some distance from the wood. Okay. Remaining only 9 minutes. We found some bamboos growing by the river at some distance from the wood. അല്ലേ? wood എന്താണ്? wood എന്താടോ? wood. WOOD. wood എന്താ? പറയ്. എന്താ wood? wood എന്താടോ? ആ, ഒരുപാട് മരങ്ങൾ കൂടിയതാണ് എന്ത്? വുഡ്. അതായത് നമുക്ക് ഫോറസ്റ്റ് അവിടെ. അപ്പൊ ഈ ഫോറസ്റ്റിന്റെ കുറെ അപ്പുറത്ത് ആ റിവർ സൈഡില് ഒരു ബാമ്പു വളരുന്നത് ഇവര് കണ്ടിട്ടുണ്ടായിരുന്നു. we found means കണ്ടുപിടിച്ചു. we found some bamboos growing means വളരുക. we found some bamboos growing by the river at some distance from the wood. We cut the pieces we needed and bound them together in a bundle to carry back to the wood. Okay, we cut the pieces. We cut the pieces of bamboos that is growing side from the river. ആ റിവറിന്റെ സൈഡിലെ മുള നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്തു? we cut the pieces we needed. നമുക്ക് ആവശ്യമുള്ളത്ര ബാംബുവിന്റെ പീസസ് നമ്മൾ മുറിച്ചെടുത്തു. എന്നിട്ടോ and bound them together in a bundle. എന്നിട്ടോ അത് ഒരുമിച്ച് ചേർത്ത് ഒരു ബണ്ടിലാക്കി. എന്തിനു വേണ്ടിട്ടാ? to carry back to the wood. അല്ലെ? ആ വുഡിലേക്ക്, ഇവരെ ഉണ്ടാക്കുന്ന ആ ജയന്റ് ട്രീന്റെ മുകളിലുള്ള ആ വീട് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് അവര് എല്ലാം എടുത്തിട്ട് ബൗണ്ട് ചെയ്ത് ബണ്ടിലാക്കി കൊണ്ടുപോയി. എന്നിട്ടോ on our way there, Ernest carried the bundle while Fritz and I held our guns ready, for we never knew what wild animals we should meet. ഇനി ഇവിടെ രണ്ട് കുട്ടികളുടെ പേര് പറയുന്നുണ്ട്. നമ്മൾക്ക് അറിയില്ല ആരൊക്കെയാണ് കുട്ടികള്. ഇപ്പൊ ഇത് അച്ഛനാണ്, ഫാദർ ആണ് ഇവിടെ കഥ പറഞ്ഞിരുന്നത്. ഓക്കെ, അതിൽ പറയുന്നത് ഒന്നാമത്തെ ആളുടെ പേര് ഏർണസ്റ്റ്, രണ്ടാമത്തെ ആള് ഫ്രിറ്റ്സ്. മക്കളുടെ പേരാ പറയുന്നത്, ചെറുതായിട്ടൊന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓൺ അവർ വേ ദർ, നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏർണസ്റ്റ് ക്യാരിഡ് ദ ബണ്ടിൽ. ആരാണ് ഈ നമ്മുടെ ഈ പീസസ് ഓഫ് ബാംബൂസിന്റെ ബണ്ടിൽ എടുത്തത്? ഏർണസ്റ്റ് ആണ് അല്ലെ? ഏർണസ്റ്റ് ക്യാരിഡ് ദ ബണ്ടിൽ while Fritz and I held guns ready. അതേസമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാനും ഫ്രിറ്റ്സും നമ്മുടെ ഗണ്ണ് ശരിയാക്കുമായിരുന്നു അല്ലെ? എന്തിനു വേണ്ടിട്ടാ ഗണ്ണ്? എന്തിനാ ഈ ഫോറസ്റ്റില്? for we never knew what wild animals we should meet. കാരണം നമ്മൾക്ക് അറിയില്ല അല്ലെ, കാട്ടിലാണ് ഏത് വൈൽഡ് ആണ്, എന്താ വൈൽഡ് ആനിമൽ എന്താണ്? കാട്ടിലുള്ള ആനിമൽസ് ആണ് അല്ലെ? ഫോറസ്റ്റ് ആനിമൽസ് ആണ് വൈൽഡ് ആനിമൽസ്. അപ്പം ഏത് ആനിമൽസ് ആണ് നമ്മുടെ മുന്നിൽ വരുന്നത് നമ്മൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ we also carried a gun with us. നമ്മൾ ഒരു ഗണ്ണ് കൂടി നമ്മളുടെ കൂടെ എടുത്തിട്ടുണ്ട്. On our way there, Ernest carried the bundle while Fritz and I held our guns ready, for we never knew what wild animals we should meet. Our brave dog Flora walked in front of us. They have a dog with them. അല്ലേ? അവരുടെ കൂടെ ഒരു ഡോഗ് കൂടി ഉണ്ട്. എന്താ അതിന്റെ പേര്? Our brave dog means ധൈര്യമുള്ളത്, courageous. Our courageous dog Flora. എന്താ ഡോഗിന്റെ പേര്? Flora walked in front of us. അത് നമ്മുടെ മുന്നിലേക്കൂടി നടന്നു. It walked in front of us. Suddenly, പെട്ടെന്ന് Flora jumped into some bushes.
ഡോറ എന്ത് ചെയ്തു? സോറി, ഫ്ലോറ എന്ത് ചെയ്തു? നോട്ട് ഡോറ, ഇറ്റ് ഇസ് ഫ്ലോറ. ഡോറ എന്ത് ചെയ്തത്? Our brave dog Flora walked in front of us. Suddenly, Flora jumped into some bushes. Bushes എന്താ? കുറ്റിക്കാടാണ് അല്ലേ? അത് നമ്മുടെ ഫ്ലോറ കുറ്റിക്കാട്ടിലേക്ക് കയറി. എന്നിട്ടോ കുറ്റിക്കാട്ടിലേക്ക് തുള്ളി, ജമ്പ് ചെയ്തു. ബാർക്കിംഗ് എക്സൈറ്റഡ്ലി അല്ലേ? എക്സൈറ്റഡ് ആയിട്ട് അത് ബാർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി, കുരയ്ക്കാൻ വേണ്ടി തുടങ്ങി. നമുക്കറിയാം ഡോഗ് ഉണ്ടാക്കുന്ന സൗണ്ടിൽ ബാർക്കിംഗ് എന്നാണ് പറയാ അല്ലേ? ഡോഗ്സ് ആർ ബാർക്കിംഗ് എന്ന് പറയാം, പട്ടി കുരയ്ക്കുക എന്ന് പറയാം. സഡൻലി ഫ്ലോറ ജംപ്ഡ് ഇൻടു സം ബുഷസ് ബാർക്കിംഗ് എക്സൈറ്റഡ്ലി. ഇമ്മീഡിയറ്റ്ലി മീൻസ് പെട്ടെന്ന് തന്നെ. ഇമ്മീഡിയറ്റ്ലി, സഡൻലി, ക്വിക്ക്ലി, ഇമ്മീഡിയറ്റ്ലി അതൊക്കെ ഒരേ മീനിങ് തന്നെയാണ്. ഇമ്മീഡിയറ്റ്ലി മീൻസ് പെട്ടെന്ന്. എ ഫ്ലോക്ക് ഓഫ് ഫ്ലെമിംഗോസ് ഫ്ലൂ ഔട്ട്. ഫ്ലെമിംഗോസ് എന്താ? അരയന്നമാണ് അല്ലേ? ഒരു കൂട്ട അരയന്നം പറന്നു പോകുന്നതാണ് കണ്ടത്. That's why he is barking excitedly from that bushes. അതുകൊണ്ടാണ് ആ ഡോഗ് അവിടുന്ന് എക്സൈറ്റഡ് ആയിട്ട് കുരയ്ക്കാൻ വേണ്ടി തുടങ്ങിയത്. It took us a long time to make a ladder, but we succeeded in finishing it before nightfall. അല്ലേ? It took us a long time to make a ladder. ആ ലാഡർ ഉണ്ടാക്കാൻ ഒരുപാട് സമയം എടുത്തു അല്ലേ? എന്നിരുന്നാലും വൈകുന്നേരമായപ്പോ, നൈറ്റ് ഫാൾ ആവുമ്പോഴത്തേക്കും, ഇരുട്ട് വീഴുന്നതിന് മുന്നേ തന്നെ നമ്മള് ladder ഉണ്ടാക്കി നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. It took us long time to make the ladder, but we succeeded in finishing it before nightfall. Then we had to fix it to one of the lower branches of our giant tree. ഇത് നമ്മൾ എന്ത് ചെയ്തു? We fix it, then we had to fix it one of the lower branches of the giant tree. A giant tree ന്റെ lower part, ഏറ്റവും താഴെ ഇത് കൊണ്ടുപോയി ഫിക്സ് ചെയ്തു. We did this by shooting an arrow with a rope attached to it. Okay, നമ്മൾ എങ്ങനെയാ ചെയ്തത്? ഒരു ആരോ ഉപയോഗിച്ചിട്ടാണ്. എങ്ങനെയാണെന്ന് മിസ്സിന് പറഞ്ഞതെന്ന് അറിയില്ല. ഒരു ആരോ ഉപയോഗിച്ചിട്ടാണ് അവർ റോപ്പ് എന്ത് ചെയ്തത്? ആ മരത്തിലേക്ക് ഇട്ടത്. ഓക്കെ, ഒരു ലാഡർ ആക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ആ റോപ്പ് എടുത്തിട്ട് അതിന്റെ ഏറ്റവും മുകളിലേക്ക് എറിയണം. We did this by shooting an arrow with a rope attached to it. ആ giant tree ൽ rope attach ചെയ്യാൻ വേണ്ടി അവരൊരു arrow shoot ചെയ്തു. With a rope attached to it over the branch. The ladder was then pulled up and fixed in place. അപ്പൊ ലാഡർ എന്ത് ചെയ്തു? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇവിടെ നിങ്ങൾക്ക് പിക്ചർ കാണോ? കണ്ടോ? ഒരു ലാഡറിന്റെ പിക്ചർ കണ്ടോ? ഓക്കെ, എന്തിനു വേണ്ടിയിട്ടായിരുന്നു? To fix that ladder in that giant tree. Okay, next paragraph നമുക്ക് next ഡേയിൽ എടുത്താലോ? പോരെ? We have remaining only 3 minutes. മതി, ബോറടിയാണ്. That's enough for today. Shall we wind up the class? Shall we wind up the class? Yes. Bye.